enjoy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണ്ണൂർ കലത്തപ്പമാണ്. കലത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മൺകലത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കലത്തപ്പം. ഇന്ന് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ട് കുക്കറപ്പം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 3 ലിറ്റർ കുക്കറിനകത്ത് വെച്ചിട്ടാണ്. 1 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 1.25 കപ്പ് വെള്ളമാണ്. വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. വെള്ളം കുറഞ്ഞു പോയാലും നമുക്ക് ആര് വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിന്റെ ഒക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രൊസീജിയറിന്റെ ഒരു 10-1 അംശം പോലും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് കണ്ണൂർ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടി, ഇത് ഞാൻ കിച്ചൺ ട്രഷേഴ്സിന്റെ റോസ്റ്റഡ് റൈസ് ഫ്ലോർ ആണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി എടുക്കാം. നമ്മളെ ഈസി മലബാർ പത്തരിപ്പൊടിയില്ലേ, അത് ഉപയോഗിച്ചാൽ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ബാക്കി റോസ്റ്റഡ് റൈസ് ഫ്ലോർ, അപ്പം പൊടി, ഇടിയപ്പം പൊടി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്കായ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്രീമിയം ഏലക്ക ആണെങ്കിൽ 1-2 ചേർത്താൽ മതി. ഇനി 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ അരിപ്പൊടി അളന്ന സെയിം ഇതിൽ തന്നെ 1 കപ്പ് വെള്ളം അളന്നിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. ഇത് 2 അച്ച് ശർക്കരയുണ്ട്. വെയിറ്റ് നോക്കുവാണെങ്കിൽ ഒരു 175 ഗ്രാമോളം ഉണ്ട്. പിന്നെ ഒരു ചെറിയ സവോളയാണ്. നിങ്ങളുടെ വലിയ സവോളയാണെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്താൽ മതി, നേരിയതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പോലെ നമ്മുടെ തേങ്ങാക്കൊത്ത്. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതാണ്. ഇത് നന്നായി പൊടിച്ചിട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ 2 ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് ഉരുക്കാൻ വെക്കാം. ഉരുക്കിയെടുത്തിട്ട് ആ തിളക്കുന്ന ചൂടോടുകൂടെ തന്നെയാണ് നമ്മൾ മാവിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ ഇത് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി അരച്ചിട്ട് വരാം. അരിമാവ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി നന്നായി ഉരുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈനെ കൊണ്ട് തന്നെ ഒഴിച്ചിട്ട് മറ്റു കൈകൊന്നെ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിലോട്ട്, ഒരു മഗ്ഗിലോട്ട് അരിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ബോയിലിംഗ് ആയിട്ടുള്ളത് വേണം നമുക്ക് ഒഴിക്കാൻ. അപ്പൊ ഞാൻ ഒഴിക്കുവാണ്. ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിപ്പോ നമ്മൾ കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ തിളക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ മാവ് ചൂടാവും, ഒരു കപ്പി കാച്ചുന്നതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന്റെ ശർക്കരക്ക് കളർ കുറഞ്ഞത് കൊണ്ടാണ് മാവിന് ലൈറ്റ് കളറായി പോയത്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് നല്ല മാവ് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ എത്ര നന്നായിട്ട് ഇളക്കുന്നോ അത്ര നന്നായിട്ട് നമുക്കിതിൽ ആര് വരും. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനൊരു വലിയ പാത്രം എടുത്തത്. തെറിച്ചു പോകാതിരിക്കണം. നന്നായിട്ട് ഇളക്കണം. ഒറ്റനൂൽ പാവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. നമുക്കൊരു കുക്കർ ചൂടാക്കാൻ വെക്കാം. ഇത് 3 ലിറ്ററിന്റെ കുക്കറാണ്. ഞാൻ 3 ലിറ്ററിന്റെ കുക്കറിന് കറക്റ്റ് ആയിട്ടുള്ള അളവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടി. അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായ കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഒരു കാരമലൈസ് ആയി വരണം ഓൾമോസ്റ്റ്. അതുവരെ നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്, നല്ല കാരമലൈസ് ആവുന്നുണ്ട്. അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതും നല്ല ബ്രൗൺ കളർ ആവണം. അതൊരൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ ചിരവിയ തേങ്ങ ഉപയോഗിച്ചാലും മതി, ഒരു പ്രശ്നവുമില്ല. നമ്മൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഈ നോസിലിന്റെ ഉള്ളൂട്ട പ്രഷർ ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 8 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. 8 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. നമുക്ക് പ്രഷർ വന്നിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വേപ്പേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ആവി വരുന്നുണ്ട്. അപ്പൊ പ്രഷർ ഉള്ളിൽ ഫോം ആയി തുടങ്ങി കാണുന്നുണ്ട്. ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി 8 മിനിറ്റ്, കറക്റ്റ് 8 മിനിറ്റ്. അതിനുശേഷം തുറന്നു നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ, അത്രയും മതിയാവും. അപ്പൊ നമ്മൾ വെച്ചിട്ട് 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് അരക്ക് വന്നിട്ടുണ്ട്, നിറയെ കുത്തൂത്ത് വീണിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, നടു വെന്തിട്ടുണ്ടോന്ന്. നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. കറക്റ്റ് 8 മിനിറ്റ് ആണ് എടുത്തത്. നിങ്ങൾക്ക് വേവാത്ത പോലെ തോന്നുവാണെങ്കിൽ 2 മിനിറ്റ് കൂടെ വെക്കാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ടാകുമ്പോൾ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യാണ്. തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കലത്തപ്പം കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് തിരിക്കട്ടെ. ഇത് അത്യാവശ്യം ചൂടുണ്ട്. ഇത് കുറച്ചുകൂടെ തണുത്ത ശേഷം നമ്മൾ മുറിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അപ്പൊ ഞാനിത് ഒന്നുകൂടെ തണുത്തിട്ട് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നമ്മുടെ കലത്തപ്പം നന്നായി തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുറിച്ച് നോക്കാം. നല്ല സൂപ്പർ ആയിട്ട് ആര് വന്നിട്ടുണ്ട്. നന്നായിട്ട് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുറിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ എത്ര നന്നായിട്ട് ഇളക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ലൈൻസിന്റെ എണ്ണം നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.